ഹായ് ഫ്രണ്ട്സ്, അകാല നിര എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒന്നല്ലേ. നമ്മൾ പലപ്പോഴും കെമിക്കലായിട്ടുള്ള ഡൈകളൊക്കെ ഉപയോഗിച്ച് മുടി കറുപ്പിക്കാറുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും വരാത്ത രീതിയിൽ മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അത് നമുക്ക് വേരോടെ കറുപ്പിച്ചെടുക്കാം. നീലമരിയോ ഹെന്നോ ഇതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ മുടി നിരന്തരമായിട്ട് കറുത്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചുമ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അത് വിട്ടുമാറാനായിട്ട് ഒരുപാട് താമസം എടുക്കുന്നുണ്ട്. എത്ര വരണ്ട ചുമയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആ ചുമ മാറ്റിയെടുക്കുന്നതിന് നല്ലൊരു റെമഡിയാണ്. നമുക്ക് വീട്ടിലെല്ലാവർക്കും ചെയ്തു കൊടുക്കാവുന്നതാണ്. 2-3 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് കഴുകിയെടുത്തത് കൊണ്ട് തന്നെ ചെറിയ കനലില്ലാത്ത പുറത്തെ തൊലി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ ഇടിക്കല്ല് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും തൊടിയിക്കാണ്ട് വേണം ചതയ്ക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 10-15 കുരുമുളക് കേട്ടോ, കുരുമുളക് എടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു മരുന്ന് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. കുരുമുളകും ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ. എന്നിട്ട് ഒരു കിഴി രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ നീര് പുറത്തേക്ക് വരും. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുട്ടികൾ ആർക്കാണോ ചുമയുള്ളത് അവരുടെ നെറുകിൽ നമ്മൾ രാസനാദിപ്പൊടിയൊക്കെ ഇടുന്ന ഒരു ഭാഗം ഉണ്ടാവില്ല, ആ ഒരു ഭാഗത്തേക്ക് ആ നീര് ഒറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് തിരുമ്മി കൊടുത്താൽ മാത്രം മതി. ഒരു 2 തവണ ചെയ്യുന്ന സമയത്ത് തന്നെ ചുമ മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. ഒരേ ഒരു നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിങ്ങനെ മുറിച്ച് അതൊന്ന് പീസുകളാക്കി എടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ജ്യൂസ് അടിക്കാനായിട്ട് പോകുന്നത്. ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് ചേർത്തി കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തുന്നത് മല്ലിയിലയാണ്. അത് ഒരുപാടൊന്നുമില്ല, ഒരല്പം മല്ലിയില. നമ്മൾ ഒരാൾക്ക് കുടിക്കാനുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളം ഏതാണെങ്കിലും എടുക്കാം. ഞാൻ ദാഹശമിനി ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളമാണ് കേട്ടോ സാധാരണ കുടിക്കാറുള്ളത്. അപ്പോൾ ആ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ദിവസവും കുടിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിത് സ്ഥിരമായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് മോശം പോകുന്നതാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇതിൽ അയൺ കണ്ടൻറ്റ് അടങ്ങിയത് കൊണ്ട് മുടിയെ കറുപ്പിക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട് കേട്ടോ. നരച്ച മുടി വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. മുടി നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ജ്യൂസാണ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും കുടിക്കാവുന്നതാണ്. നമുക്ക് നല്ലൊരു എനർജി കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് കുടിച്ച് നോക്കണേ. തലമുടി പെട്ടെന്ന് നരയ്ക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് കൊണ്ടോ, പിന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മുടി നരയ്ക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തലമുടി നരച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് മുടിയെ വേരോടെ കറുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് നമ്മൾ നെല്ലിക്കയാണ് ആദ്യം എടുക്കുന്നത്. നെല്ലിക്ക അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡിൽ നിന്ന് നമുക്കിത് ആ നെല്ലിക്കേനെ മുഴുവനായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കത്തി വെച്ചിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ നെല്ലിക്കേൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. കാരണം ഇതിൽ നാച്ചുറലായിട്ടുള്ള തന്നെ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു നെല്ലിക്ക. പിന്നെ അതേപോലെ തന്നെ മുടിയെ നല്ല സ്ട്രോങ് ആക്കി നല്ല രീതിയിൽ വളർച്ച കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നെല്ലിക്ക ഇതുപോലെ ഒന്നൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ഉണങ്ങിയ നെല്ലിക്ക അല്ല എടുക്കേണ്ടത്, ഇതുപോലെ പച്ച നെല്ലിക്ക തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഒരു കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുറച്ചല്ലേ ഉള്ളൂ, അത് കാരണമാണ് ഞാൻ മിക്സിയിലിടാതിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. വെള്ളമൊന്നും ചേർത്താതെ ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ മാറ്റിയതിന് ശേഷം ഇതേ കല്ലിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലേൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാനുണ്ടാവും. മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാൻ കറിവേപ്പില ഉപകരിക്കും. അതേപോലെ തന്നെ പുതിയ മുടി വളരാനും മുടി നല്ല തിക്കോടുകൂടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഫാസ്റ്റായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ നെല്ലിക്കേൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു ഇരുമ്പിൻ്റെ കടായിയാണ്. ഇരുമ്പിൻ്റെ കടായി എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതും ഒട്ടും എണ്ണമയം ഉണ്ടാവരുത് കേട്ടോ. ഇതിപ്പോൾ കണ്ട എണ്ണമയം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ തുരുമ്പ് പിടിച്ച പോലത്തെ ഇത് കാണുന്നത്. എന്നിട്ട് ആ ഒരു ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കയും കറിവേപ്പിലയും കൂടി ഇത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 2-2.5 സ്പൂൺ അളവിൽ
ഇതേപോലെ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നെല്ലിക്കേൻ്റെ ഇതിൻ്റെയൊക്കെ കൂടെ അത് 2-2.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ കൂടുതൽ ഇടണമെന്നില്ല, ഇത് നന്നായിട്ട് തിളപ്പിക്കുന്നതാണ് നമ്മളിത്. അപ്പോൾ 2.5 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം നമ്മൾ എടുത്തുള്ള ചീനച്ചട്ടിയുടെ 1/4 ഭാഗത്തോളം അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. നല്ല രീതിയിൽ തിളച്ച് കുറുകി വരണം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. ഇതിൽ ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗ്രാമ്പുവാണ്. അപ്പോൾ ഗ്രാമ്പു നമ്മൾക്ക് ഒരു 10-12 ഗ്രാമ്പു ഇതിൽ ചേർത്തി കൊടുക്കും. ഇത് ആദ്യം തന്നെ ചേർത്താമായിരുന്നു കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ഈ ഗ്രാമ്പും കൂടി ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം പിടിക്കില്ല. അതേപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം എടുത്ത് വെച്ചതാണ്. അതുകൊണ്ട് നല്ല കറുപ്പായി കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വെള്ളം. ഇത് കാരണം നമ്മൾ നെല്ലിക്ക ഇട്ടിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കറിവേപ്പിലയുണ്ട്, ഗ്രാമ്പുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചായയുണ്ട്, തേയിലയുടെ ഇതുണ്ട്. ഇതെല്ലാം ചേർന്ന് നല്ല രീതിയിൽ അതിൻ്റെ ഒരു എസൻസ് എല്ലാം ഇറങ്ങിയിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ നീര് ഞാനിതാ ഊറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചണ്ടി നമ്മൾ കണ്ടോ കയ്യിലെടുത്ത് പിഴിയുമ്പോൾ തന്നെ കയ്യിൽ നല്ല രീതിയിൽ കറുപ്പ് കളറാവുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കയ്യിലൊന്ന് 2 സെക്കൻഡ് ഞാനൊന്ന് കയ്യിൽ വെച്ചൊന്ന് തേച്ച സമയത്ത് തന്നെ കറുപ്പ് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കിന്നിൽ എത്രത്തോളം പിടിക്കുന്നു അതേ രീതിയിൽ തന്നെ ഈ ഗ്രേ കളറായിട്ടുള്ള ഹെയറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സിറം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഗ്രേ കളറായിട്ടുള്ള മുടിയിൽ കളർ മാറ്റം വന്ന് തുടങ്ങും കേട്ടോ. അത് ചെറിയ രീതിയിലായിരിക്കും ആദ്യം അതിൻ്റെ കളറ് മാറി തുടങ്ങുക. പിന്നെ നമ്മൾ ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് കറുപ്പ് ആവുന്ന രീതിയിലേക്ക് മാറുന്നതാണ്. ഞാനത് ഇതുപോലെ അതിൻ്റെ നീരെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊക്കെ അത്രയും കറുപ്പ് കളറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ നമ്മൾ ഹെയറിലേക്ക് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. അതിൻ്റെ വേര് മുതൽ തുമ്പിൽ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുതിയ മുടി വരുന്നത് പോലും കറുപ്പ് കളറിലായിട്ട് വരും. പിന്നെ നരച്ചിട്ടുള്ള മുടി പതുക്കെ അതൊന്ന് പൂർണ്ണമായിട്ട് കറുപ്പ് കളറിലേക്കായി മാറുന്നതാണ്. മുടി സമൃദ്ധമായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.